പൊന്നാനി പാർലമെൻ്റ് എന്ന് പറയുന്നത് തിരൂരങ്ങാടി, താനൂര്, തിരൂര്, കുറ്റിപ്പുറം, തവനൂര്, പൊന്നാനി. ഇതാണ് പൊന്നാനി പാർലമെൻറ്റ് നിയോജകമണ്ഡലം. ഈ പൊന്നാനി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ ഷേട്ടു സാഹിബ് പാർലമെൻറ്റ് മത്സരിക്കുന്ന മുതൽ ഇന്ന് വരെയും ഞാൻ എൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന ഒരാളാണ്. ഇപ്പോൾ അതിനൊരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പോൾ അവർ പറയുക എന്താ വെച്ചാൽ താനൂര് ഇടതുപക്ഷമാണ്, തവനൂര് ഇടതുപക്ഷമാണ്. എന്താണ് ഇപ്പോൾ അവർ പറയുക. പക്ഷെ എന്തായാലും ശരി, പൊന്നാനി ഇടതുപക്ഷമാണ്. കാരണം പൊന്നാനിയിലെ നന്ദകുമാറും മറ്റു കെ ടി ജലീലും മറ്റും അവർ 3 പേരാണെങ്കിലും ഈ 3 നിയോജകമണ്ഡലത്തിലും ഈ പ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണി ലീഡ് ചെയ്യും. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ്. എൻ്റെ നോട്ടത്തിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ, രാഷ്ട്രീയ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും എന്ന നിലയിൽ ഞാൻ നോക്കിക്കാണുന്നത് ഈ പാവങ്ങളുണ്ടല്ലോ, അവർ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. ഇപ്പോൾ പണ്ടത്തെ മാതിരി അവരൊരു ജാഥ പോകണമെന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ കടവനാട് ഭാഗത്ത് തന്നെ എത്ര പേരുണ്ട് അവരുടെ ജാഥയിൽ. ഇത്രയൊന്നും ആരും കൂലംകുഷമായി പഠിക്കില്ല. അതൊക്കെ ഇതാക്കല്ലേ, എ പിക്ക് വോട്ടൊക്കെ അവർക്ക് കിട്ടുന്ന. ഒന്നും നടക്കില്ല. അങ്ങനെ ആശയം വേണ്ട. ഒരു 2 ലക്ഷത്തിൽ അപ്പുറമായിട്ടാണ് ഈ പ്രാവശ്യം സമദാനി ഇവിടെ ജയിക്കും. എന്തായാലും ഏതെല്ലാം തരത്തിലുള്ള എഡ്യൂക്കേറ്റഡ് ക്ലാസ്സസ് നോക്കില്ലേ, ഏതെല്ലാം തരത്തിലുള്ള ഭാഷക്കാരെയാണ്. ഇവിടെ ഒരു യോഗത്തിന് വന്നിരുന്നു അക്ബർ ഓഡിറ്റോറിയത്തിൽ. ഞാൻ ഇരിക്കുന്നത് അവിടെ. ഞാൻ അങ്ങനെ കാണാണ് എന്തൊക്കെ ഭാഷകൾ ഉപയോഗിച്ച്. ഹിന്ദിയിൽ സംസാരിച്ചു, ഇംഗ്ലീഷിൽ സംസാരിച്ചു, മലയാളത്തിൽ സംസാരിച്ചു, പിന്നെ ഏതാ ഉറുദുവിലാണ്. എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യാനറിയാം. അത് എന്തൊരു സാഹിത്യമാണ്. അങ്ങനത്തെ ഒരു മനുഷ്യനെ എഡ്യൂക്കേറ്റഡ് ക്ലാസ് കൈയൊഴിക്കുക. വിദ്യാഭ്യാസ മേഖലയാണിത്. പണ്ടത്തെ മാതിരിയല്ല, നല്ല വിദ്യാഭ്യാസമുള്ളവരാ. പിന്നെ നമ്മുടെ ശത്രു എന്താണെന്ന്, എൻ്റെ പരമമായ ശത്രു ആരാന്ന് പറയുന്നത് നിങ്ങൾക്ക്? വർഗീയത. ഇതുപോലെ ജീവിക്കണ്ടേ? ഇവിടെ ഒന്നിച്ച് ജീവിക്കണ്ടേ? ഈ രാജ്യത്തെ ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനും പാഴ്സിയും ജൈനവും ഒന്നിച്ച് ജീവിക്കണം. വർഗീയതയെ നമുക്ക് എന്ത് തന്നെയാലും എതിർക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ CPI എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഞാൻ MP ആയിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി ബംഗാളിലൊക്കെ, ത്രിപുരയിലൊക്കെ? ഇപ്പം എന്താ ഉള്ളത്? എത്ര സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നു? ഇവിടെ മദ്രാസിൽ, തമിഴ്നാട്ടിൽ ഒന്നാ. ഇതൊക്കെ മനസ്സിലാക്കില്ല ആൾക്കാർ. നമുക്കിവിടെ എതിർക്കേണ്ടത് ആരെയാ? വർഗീയതയെ. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും മോഡി ഗവൺമെൻറ് വരരുത് ഇന്ത്യയിൽ. വന്നാൽ ഇന്ത്യയിൽ നമ്മളെക്കാലവും കാത്തുസൂക്ഷിക്കുന്ന ജനാധിപത്യവും മതേതരത്വവും ദേശീയ ഐക്യവും ദേശീയ ഭദ്രതയും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയും തകർന്നു പോകും. ഞാൻ പഠിച്ചിരിക്കുന്ന ഹിസ്റ്ററിയാണ്, ഞാൻ പഠിച്ചിരിക്കുന്ന പൊളിറ്റിക്സാണ്, ഞാൻ പഠിച്ചിരിക്കുന്ന എക്കണോമിക്സാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോളേജിലാണ് പഠിച്ചത്, മഹാരാജ് കോളേജ് എറണാകുളം. ചില്ലറക്കാരൊന്നല്ല കൂട്ടുകാരുണ്ടായിരുന്ന, എല്ലാ പാർട്ടിയിൽപ്പെട്ടവരുന്നു. അവരൊക്കെ ഇവിടെ എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അതൊക്കെ നോക്കി കാണുന്നവനാ. വേറെ ഒന്നുമില്ലല്ലോ പണി 24 മണിക്കൂറും. എത്ര പുസ്തകം വായിക്കും, എത്ര പേപ്പർ വായിക്കും? എല്ലാ പേപ്പറും കിട്ടും. എല്ലാ പേപ്പറും വായിക്കും ഞാൻ. ദേശാഭിമാനിയും വായിക്കും, ജനയുഗവും വായിക്കും, ചന്ദ്രികയും വായിക്കും, മാധ്യമവും വായിക്കും. മാതൃഭൂമി മനോരമ പിന്നെ സ്ഥിരം ഉണ്ടല്ലോ. വിഷമം തോന്നുക. കേരളത്തിലെ ഞങ്ങൾ നിർത്തിയ മുഴുവൻ സ്ഥാനാർത്ഥികളും ജയിക്കാനാണ്. 2 ലക്ഷത്തിൽ പുറം ഭൂരിപക്ഷം ഉണ്ടാവും.
2 ലക്ഷത്തിൽ പുറം എഴുതി വെച്ചത്. നമുക്ക് രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണം, മതേതരത്വം നിലനിൽക്കണം.